സ്നേഹമുള്ളവരെ, നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വർഗീയപിതാവിന്റെ തിരുസന്നിധിയിലേക്ക് യാത്ര ആയിരിക്കുന്ന ചിന്നമ്മ ചേച്ചി 76 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തില് ജീവിത പങ്കാളിയായി കടന്നു വന്ന മത്തായി ചേട്ടനോടും ആ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ വിശ്വാസത്തില് മൂല്യങ്ങളില് അധിഷ്ഠിതമായിരുന്നതുകൊണ്ട് നമുക്കൊക്കെ മാതൃകയായിരുന്നു. ഭക്തിപൂർവ്വം നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. ചിന്നമ്മ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാനുഷികമായ തലത്തില് ഉണ്ടായിട്ടുള്ള കുറവുകൾ എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് തമ്പുരാനെ നിത്യ വിരുന്നില് പങ്കുചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛനോടും അതുപോലെ തന്നെ മത്തായി ചേട്ടനോടും മക്കളോടുമുള്ള നമ്മുടെ സ്നേഹവും പ്രാർത്ഥനയും നമുക്ക് തുടർന്നും തമ്പുരാന്റെ സന്നിധിയിൽ ഉയർത്താം. ഒന്ന് ചേർന്ന് ഭക്തിപൂർവ്വം തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുകയും ചെയ്യാം. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന നമുക്ക് ഏവർക്കും ചേർന്ന് അമ്മച്ചിയുടെ ആത്മാവിനെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ അന്തിമ ശുശ്രൂഷകൾ ആരംഭിക്കാം. പനിനിർവഞ്ചരിപ്പ്. ആദരിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദനത്തിരിവഞ്ചരിപ്പ്. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ മാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായി കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ വിശാലമാകുന്നു.
എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കുമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികതാൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. കർത്താവേ, സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസമുയർപ്പേരും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമത്യത പുണരുന്നു. ക്ഷയമുള്ളോ രക്ഷയാകും. മർത്യതയേവം സകലേശൻ ഇതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ പിതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമേ. മഹിമയുടെ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ല വരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4, 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം
നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5:24 മുതലുള്ള വാക്യങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവിന്റെ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ തിരുത്വം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും ഗുണങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തെ പ്രതീക്ഷയും ശരണവും പ്രധാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ ലോകത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായേ, നിന്റെ ഈ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളുടെയും ദാസക്കാരുടെയും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലെ സ്തുതിയാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസലിയായിൽ സോദരിമാരാ മർത്താമറിയം സുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം ബേസലിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസലിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസലിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു.
നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രജർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിടവാങ്ങുന്നേ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. വിടവാങ്ങുന്നേ നൈശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം തുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. കാർത്തികനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. എനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. നരനരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ
നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി ദൈവിക ഭവനം പോകും നേരം സ്നേഹാഹൃദയമേ അനുദിനമയോ നിലനിൽക്കുന്നു ക്ഷണഭംഗുരമോ ലോകവുമതിലേ ജടികാശകളും രാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യ
വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. കർത്താവായ യേശു അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
വാഴ്ത്തുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ. ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. മുന്നമേ തൻ വൻകൃപയാൽ തന്നു സ്വർഗദർശനം. താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ഹാമനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം. ഭൂവിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗ. പ്രിയപ്പെട്ട അന്നമ്മ ചേച്ചിയുടെ ഇടപാടിൽ ദുഃഖാർത്ഥനായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിലെ തൻ്റെ താൽക്കാലിക വസതിയിലേക്ക് വ്യക്തിപിതാവിൻ്റെ വസതിയിലേക്ക് യാത്രയായ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ അർപ്പിക്കുവാനാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൽ അടഞ്ഞിരിക്കുക. മരണം അതിൽ തന്നെ വേർപാടായതുകൊണ്ട് അത് ദുഃഖസാധ്യമാണ്. ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തി ജനിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന സ്നേഹബന്ധങ്ങളും സുഹൃത്ബന്ധങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തെ ഏറെ ധന്യമാക്കും. എന്നാൽ മരണം വഴി ഈ ബന്ധങ്ങളെല്ലാം വിട്ട് പോകുമ്പോൾ അത് ഏറെ ദുഃഖസാധ്യമായി മാറും. അന്നമ്മ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ കരിയുന്ന ഇടവകയിൽ തെറ്റാമറ്റത്തിൽ ജനിച്ച് ഈ ഇടവകയിൽ ഈ ദേവാലയത്തിൽ തന്റെ ഗുണാശകളെല്ലാം സ്വീകരിച്ച് പ്രായപൂർത്തിയായപ്പോൾ ഈ ഇടവകയിൽ തന്നെ മേലെടുത്ത് മത്തായി ചേട്ടന്റെ ഭാര്യയായി അനേക വർഷങ്ങൾ വളരെ സന്തുഷ്ടമായ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് അന്നമ്മ ചേച്ചി. ഞാനിവിടെ ആയിരുന്ന സന്ദർഭത്തിൽ പല സമയത്ത് ഈ ഭവനത്തിൽ പോയ അവസരത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ താമസിക്കുവാൻ തുടങ്ങിയ ലക്ഷ്യം മുതലാണ് കൂടുതലായി ഈ കുടുംബത്തോട് അടുക്കുവാനായിട്ട് സാധിച്ചത്. ഞാനവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും കാണുന്നത്
അസുഖത്തിന്റെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും തന്റെ ഭവനത്തിൽ ഒരാൾ വന്നാൽ അവരോട് തീർത്തും ഉപചാര മര്യാദകൾ കാണിക്കുന്ന ഒരമ്മ. പലപ്പോഴും എഴുന്നേറ്റ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത നിമിഷങ്ങളിൽ പോലും തന്റെ ഭവനത്തിൽ വരുന്ന ആരെയും സ്നേഹത്തോടെ സ്വീകരിച്ച് അവർക്ക് വേണ്ടത് നൽകുവാൻ കൂടുതൽ താല്പര്യം കാണിച്ച ഉദാരമതിയായ ഒരമ്മ. ഞാൻ വിശ്വസിക്കുന്നു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് ഏറെ ദുഃഖസാധ്യമാണ്. ഒരമ്മയെ പോലെ സ്നേഹവും കരുതലും നൽകുന്നതിൽ ചേച്ചി വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. പത്മജയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന്റെ പകുതിയാണ് നഷ്ടപ്പെടുന്നത്. തീർച്ചയായും ഒരു ഭാര്യ നഷ്ടപ്പെടുമ്പോൾ ഒരു ഭർത്താവിനുണ്ടാകുന്ന ദുഃഖം, പ്രത്യേകിച്ച് ആത്മാർത്ഥമായ സ്നേഹബന്ധം പുലർത്തി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഏറെ ദുഃഖസാധ്യമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഭവനത്തിൽ നമ്മുടെ അമ്മയില്ല എങ്കിൽ തീർച്ചയായും അതൊരു ശൂന്യതയാണ്. ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ ഭവനത്തിൽ അവന്റെ അമ്മയില്ല എങ്കിൽ തീർച്ചയായും അതൊരു ശൂന്യതയാണ്. ആ ശൂന്യത നികത്താൻ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കുകയും ആ അർത്ഥത്തിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് ഏറെ ദുഃഖസാധ്യമാണ്. കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട വല്യമ്മച്ചി ഓടി വരുമ്പോൾ സ്വീകരിക്കുവാനും എടുത്ത് മടിയിരുത്തുവാനും ഇനി അങ്ങനെ ഒരു വല്യമ്മച്ചി ഈ ലോകത്തുണ്ടാവുകയില്ല. അങ്ങനെ ഏത് സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒത്തിരി സ്നേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ളത്. മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ധന്യമായ ഒരു ജീവിതമാണ്. ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടം അത്രയും അവരെ അടുത്ത് അറിയുന്ന എല്ലാവർക്കും അവരുടെ ജീവിതം ഒരു ദുഃഖം ഉളവാക്കി അവരുടെ വേർപാടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമായിരുന്നു. ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ദിനങ്ങളിലെല്ലാം വിശുദ്ധ ബലിയെ സമർപ്പിക്കുവാനും ഇവിടെ വരുന്ന എല്ലാ വൈദികരോടും വളരെയധികം സ്നേഹവും ബഹുമാനവും കാണിക്കുകയും ഊഷ്മളമായ ഒരു ബന്ധം ഇടവകയുമായി സൂക്ഷിക്കുന്നതിൽ ഈ പ്രിയപ്പെട്ട അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് പറയുവാൻ കൂടെ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും തീർച്ചയായും ഈ വേർപാട് ഏറെ വേദനാജനകമാണ്. പക്ഷെ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ എല്ലാം ജീവിതം ഈ ലോകം കൊണ്ട് തീരുന്നില്ല, മറിച്ച് ഇത് നിത്യമായ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമാണ്. ആ അർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് അത് നിത്യമായ വസതിയിലേക്കുള്ള ഒരു കവാടമാണ്. ഇന്ന് ഈ അമ്മച്ചിയാണെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഈ മരണം എന്ന കവാടത്തിലൂടെ വേണം ഈ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. തീർച്ചയായും നമ്മുടെ ബന്ധം ഇവിടെ തീരുന്നില്ല. ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ശവമഞ്ചത്തിൽ കിടക്കുന്ന വ്യക്തി പറയുന്നതായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എന്റെ സഹോദരനെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹിതൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ബന്ധം വേണ്ടി നമ്മൾ തുടരുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നാം നോക്കിയാൽ തീർച്ചയായും ഇത് അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മുടെ മുൻപിൽ നമ്മളോട് കൂടെ അമ്മയുടെ സാന്നിധ്യം നിന്നുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അമ്മ ശാരീരികമായി നിങ്ങളിൽ നടന്നുവെങ്കിലും അവരുടെ ആത്മീയമായ സാന്നിധ്യം തീർച്ചയായും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിത വഴികളിൽ, നിങ്ങളുടെ ജീവിത യാത്രയിൽ ഈ അമ്മ എന്നും സ്നേഹമായി, സ്വാതന്ത്ര്യമായി, ആശ്വാസമായി, തലോടലായി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അത് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നല്ലൊരു പ്രാർത്ഥന ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ അമ്മയോട് ആ രീതിയിൽ ബന്ധപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വേർപാട് ഇത് വളരെ വേദനാജനകമാണെങ്കിലും
എല്ലാ മനുഷ്യരോടും വ്യക്തിപരമായ ബന്ധങ്ങളോടെ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ധന്യമായ ഒരു ജീവിതമാണ്. തീർച്ചയായും അങ്ങനെയുള്ളവർക്ക് നിത്യമായ ജീവിതത്തിൽ ദൈവത്തോടൊത്തായിരിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് അനുഭവിച്ചേരി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു. നാളെ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സാധിക്കുന്ന നമ്മൾ ആരാണ് ഇനി വേർപെടുന്നതെന്ന് അറിയില്ല. പക്ഷേ ഏത് സമയത്തും മരിക്കുവാൻ ഒരുങ്ങി ജീവിക്കുക എന്നാണ് ഒരു ക്രൈസ്തവന്റെയും കടമ. ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പല ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായി മാറും. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ നെട്ടോടെ ഓടുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയണം, അടുത്ത നിമിഷത്തിൽ എന്റെ ആത്മാവ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ ഓടുന്ന ഓട്ടമാർക്ക് വേണ്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറെ കൂടെ എല്ലാവരുമായി, സഹോദരങ്ങളുമായി, മാതാപിതാക്കന്മാരായും അതോടൊപ്പം അയൽവാസികളുമായി നല്ല ബന്ധത്തിൽ സ്നേഹത്തിൽ ജീവിക്കുവാൻ കഴിയുന്നവർക്ക് മരണം ഏത് സമയത്ത് കടന്നു വന്നാലും സന്തോഷത്തോടെ അതിനാമേൻ പറയാൻ കഴിയും. തീർച്ചയായും ചേച്ചിയുടെ ജീവിതം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രചോദനാത്മകമാണ്. അവരെ ജീവിച്ച കാലഘട്ടത്തിൽ അവരെ നിയമിച്ച ദൗത്യങ്ങൾ എത്ര ഭംഗിയായിട്ട് അവർ നിർവഹിച്ചു. തന്റെ ഭർത്താവിനോടൊത്ത് തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി നല്ല രീതിയിൽ അധ്വാനിച്ചു എന്ന് മാത്രമല്ല, നല്ല മാതൃക നൽകുവാൻ ഈ അമ്മച്ചിക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ മക്കളെ എല്ലാവരെയും നല്ല രീതിയിൽ അവരെ അറിയിക്കുന്ന രീതിയിൽ എത്തിക്കുവാൻ തീർച്ചയായും അമ്മയുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല. തീർച്ചയായും ഇനിയുള്ള ജീവിതത്തിലും നിങ്ങളുടെ ഉയർച്ചയിൽ തീർച്ചയായും അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകും എന്നതൊരു സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അമ്മയെ വിസ്മരിക്കാതെ ഓരോ ദിവസവും അമ്മയെ കുറിച്ച് ഓർക്കുവാനും അവർ നമുക്ക് നൽകിയ സ്നേഹത്തിന്റെ പാഠങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രത്യേക ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഇത് വലിയൊരു ദുഃഖമാണ്. എങ്കിൽ പോലും നമ്മളെല്ലാവരും ഈ ഒരു വിധിക്ക് വിധേയരായതുകൊണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ചേച്ചി എന്ന നിലയിൽ നൽകിയ വലിയ ശുശ്രൂഷയും സ്നേഹത്തെയും നന്ദിയോടെ ഓർക്കുവാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യാശയാണ്. മരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം നൽകുന്ന പ്രത്യാശയാണിത്. ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ എന്നെ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും അവനെ ജീവിക്കുമെന്ന ക്രിസ്തുവചനം ഈ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രിയപ്പെട്ട മത്തായി ചേട്ടനും ജോസഫ് അച്ഛനും മക്കൾ ഓരോരുത്തർക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വേർപാടിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളേണ. വിശുദ്ധ
സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഏൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി ആളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പ്രദേശികളെ നമ്മളെ ചെറിയ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഞങ്ങളെ മനോഹരമാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ വെള്ളത്തിന്റെയും നാശം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയും നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ ചിന്തിക്കുകയും അടന്തേരാകുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഹൃദയുടെ കൊടുതാ കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമാ ഉത്ഥാനത്തിൻ വാതിൽ തുറന്നു. സ്വർഗമണഞ്ഞോ അജസുതരിനി കുരിശിൻ പ്രഭയാ പരിവേഷ്ടിതയാ.
ആവേദിന്റെ ദാസിയുടെ ആത്മാവിനെ നീവന്മാരെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ കണ്ണുവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവം നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അതിശക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പങ്കുവീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര സോഫ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുവാൻ ഞാൻ അതിനേക്കാൾ കടുതലുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ എന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ല ചെയ്ത സകലത്തിന്റെ സാധന ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വരുന്ന ഭാഗത്ത് തീർക്കട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മകമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്തു അലമ്പാകേ. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപനിക്ക് പുറത്തു കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന് ആശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിൽ ദാസീവിധി നാളിൽ കാവല സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ പ്രതിയോത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം. കർത്തരവ് തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പോലെ കർത്താവേ
നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവൈ തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കേട്ട് വിളിക്കുന്നു. പരിശുദ്ധനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനുഗ്രഹിക്കണമേ. കർത്താവേ, ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനപ്പെട്ട ഇഷ്ടമരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന വാസത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും പുഷ്പജലങ്ങളും ഉദ്ധരിക്കവും സമർപ്പിച്ച് വിശേഷിച്ചിട്ടുള്ള നമ്മുടെ അന്തിമ ഉപചാരം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. രണ്ട് ലൈനായിട്ട് കടന്നുവരിക. വ്യക്തിജനങ്ങൾ അല്പം പുറകോട്ടമാണെന്ന് ലൈനായിട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും സമയമാണ്. ഒരു വാക്ക് നന്ദിയുടേതായ ഒരു വാക്ക് പറയുവാൻ ഈ സമയം കണ്ടെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട വിചാരിച്ച് പറഞ്ഞ സമയം മുതലേ ദേഹവിയോഗം ദേഹവിയോഗം നടക്കുന്ന സമയം മുതലേ അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലപ്പോൾ എന്നോട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും മനോഹരമാക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തതായിരുന്നു. നമ്മുടെ രണ്ട് ബഹുമാനപ്പെട്ട അറിയിച്ചു. അവരുടെ ആ തിരക്കിനിടയിൽ സമയം കണ്ടെത്തുവാൻ സാധിക്കാത്തതിന് ഖേദം പറയുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല മനസ്സിലാക്കി പറയുകയാണ്. അതുപോലെ ഇന്ന് ഈ കർമ്മത്തിൽ സഹകരിക്കുവാൻ ആരംഭം മുതൽ അവസാനം വരെ വന്നിട്ടുള്ള ഓരോരുത്തരെയും പേരുകളെ പറയുകയല്ല, എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് നന്ദിയുടെ വചനം നിങ്ങളോട് ശരിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞിരിക്കുന്ന വൈദികര് നല്ല ഒരു സന്ദേശം നൽകിയ സാധുവച്ചും അതുപോലെ ഇടപെടൽക്കാരായിട്ടും ബന്ധുക്കളായിട്ടും കൂട്ടുകാരായിട്ടും ഓരോ തരത്തിൽ ഈ വേർതിരിഞ്ഞ ശേഷിയോടുള്ള സ്നേഹവും അടുപ്പവുമുള്ള വന്നുകൂടിയിട്ടുള്ള വൈദിക കന്യാസ്ത്രീകളെ, പ്രത്യേകിച്ച് നമ്മുടെ ചരിത്രത്തിലെ സഹോദരിമാരുടെ ത്യാഗസമ്പന്നമായ ആ സ്നേഹത്തിനും അവരുടെ സഹകരണം എന്ന് പറയുകയാണ്. അവരോട് കൂടി ചേർന്ന് ഈ കലങ്ങൾ മാത്രമാക്കുവാൻ പരിശ്രമിച്ച എല്ലാ സഹോദരിമാരെയും പ്രത്യേകം നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതുപോലെ അയൽക്കാരൻ, നാട്ടുകാരൻ, വീട്ടുകാരോട് നിൽക്കട്ടെ, നിങ്ങളുടെ സഹകരണം ഇതായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ നല്ല അയൽക്കാരൻ ഞങ്ങൾക്ക് എല്ലാ സമയവും വേണ്ടത് കൂടുതലായ സഹകരണത്തോടെ സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും മനസ്സിലാക്കി സഹകരിക്കുന്നതിനുള്ള സതീശനുള്ള ആത്മാർത്ഥമായ നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുകയാണ്. പിന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. നമ്മുടെ ചേച്ചിയുടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ ആ വേർപാട് നമ്മളൊക്കെ ചേർന്ന നാട്ടുകാരെല്ലാം നന്ദിയോടുകൂടി നമുക്ക് വിസ്മരിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സഹോദരൻ പറഞ്ഞതുപോലെ നമ്മുടെ ബന്ധം ഇവിടെ അവസാനിക്കുകയല്ല, കൂടുതൽ ശക്തമായി തുടരുകയാണ്. സ്വർഗത്തിൽ നാം ഓരോരുത്തരും ചെല്ലുന്നതനുസരിച്ച് നമ്മെ സ്വീകരിക്കാൻ വേണ്ടി അമ്മച്ചി അവിടെ അവരുണ്ടായിരിക്കട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവിടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും എല്ലാവർക്കും അമ്മയുടെ നല്ല വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥന തുടരാം.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ
പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു. Hallelujah.
കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ